കോട്ടയം ചങ്ങനാശ്ശേരിയിലെ ജ്വല്ലറിയിൽ മാല മോഷണം. ആഭരണം വാങ്ങാനെന്ന പേരിൽ കടയിലെത്തിയാൽ ഓരോ പവൻ വീതമുള്ള 2 മാലകളുമായി ഓടി രക്ഷപ്പെട്ടു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, ഈ മോഷണം നടത്തിയ ആളെ കുറിച്ച് പോലീസിന് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? ആൻമരിയ, നിലവിൽ വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. സ്വർണം വാങ്ങാനെന്ന വ്യാജേന കടയിലെത്തിയ ഈ ജ്വല്ലറിയിലെത്തിയ മോഷ്ടാവ് ഏറെ നേരം മാലകൾ പരിശോധിച്ചു. ഓരോ മാലകളും എടുത്തെടുത്ത് പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പവൻ വീതം വരുന്ന 2 മാലകളുമായി ഇയാൾ കടക്കാരനെ കബളിപ്പിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. മാസ്ക് ധരിച്ചെത്തിയ ഇയാൾ മാലകൾ നോക്കാൻ കണ്ണാടിക്ക് മുന്നിലേക്ക് മാറിയത് ജീവനക്കാരനായിട്ടുള്ള അഗസ്റ്റിൻ ശ്രദ്ധിച്ചെങ്കിലും ഇത്തരത്തിലൊരു നീക്കം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ ദൃശ്യങ്ങൾ ജ്വല്ലറിയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് വിശദമായിട്ട്. കടയിലെ ജീവനക്കാരനായ അഗസ്റ്റിൻ ഇയാളുടെ പിന്നാലെ കാവാലം ബസാർ വരെ ഓടിയെങ്കിലും ഇയാളെ പിടികൂടാനായില്ല. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറിയിലാണ് മോഷണം നടന്നത്. അൻമരിയ. ശരി, കോട്ടയം ചങ്ങനാശ്ശേരിയിലെ ജ്വല്ലറിയിൽ മാല മോഷണം വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ.